ഡിസംബർ 21 ശനിയാഴ്ച. ലൂക്ക 1:39 മുതൽ 45 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കേൾക്കുന്നത് പരിശുദ്ധ കന്യാമറിയം തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കുന്ന കഥയാണ്. ഗബ്രിയേൽ മാലാഖയുടെ സന്ദർശനത്തിന് ശേഷം മറിയം അസ്വസ്ഥയായിരുന്നു. ഒരു യുവതിയായ വളരെ മാനുഷികമായൊരു സ്ത്രീ ആ സന്ദേശം കേട്ട് ആശയക്കുഴപ്പത്തിലായി. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വരുമെന്നും അവൾ അത്യുന്നതൻ്റെ പുത്രനെ പ്രസവിക്കുമെന്നും മാലാഖ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോൾ നമുക്കറിയാം. എന്നാൽ അന്ന് മേരിയെ എങ്ങനെയാണ് അത് സങ്കല്പിക്കുക? എത്രമാത്രം അതിശക്തമായിരുന്നിരിക്കണം അവളുടെ ചിന്തകൾ. അവളുടെ ബന്ധുവായ എലിസബത്തും അത്ഭുതകരമായൊരു കുഞ്ഞിന് ജന്മം നൽകുമെന്ന് ദൂതൻ മറിയത്തോട് പറഞ്ഞു. അതിനാൽ എലിസബത്തിനെ സന്ദർശിക്കാൻ യാത്ര പുറപ്പെടാൻ ആ യുവതി വിവേകപൂർവം തീരുമാനിച്ചു. എലിസബത്തിനെ കാണാനുള്ള ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. മറിയം താമസിക്കുന്നത് നസറത്തിൽ, എലിസബത്ത് താമസിച്ചിരുന്നത് 82 മൈൽ അകലെയുള്ള യഹൂദിയയിലെ മലമ്പ്രദേശത്ത്. നീണ്ട യാത്ര, അത് ദുഷ്കരമായ യാത്രയായിരിക്കും. പക്ഷേ എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാൻ മേരിക്ക് ആ യാത്ര ചെയ്യേണ്ടതുണ്ട്. വഴിയിൽ വെച്ച് മേരിയുടെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളായിരിക്കാം. ഒരുപാട് കാര്യങ്ങളെ ഓർത്ത് ചിന്തിക്കാനുണ്ടായിരുന്നു. എന്താണ് താൻ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു വ്യക്തി അവളെ സംബന്ധിച്ചിടത്തോളം അത് തൻ്റെ ചാർച്ചക്കാരി എലിസബത്തായിരുന്നു. കാരണം എലിസബത്തും അത്ഭുതകരമായി ഗർഭം ധരിച്ചിരിക്കുകയാണ്. അതേസമയം താൻ അവിടെ ചെല്ലുമ്പോൾ തനിക്ക് എന്ത് സ്വീകരണമായിരിക്കും ലഭിക്കുക എന്നത് മേരി ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം. തനിക്ക് മാലാഖ വന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എലിസബത്തിനോട് പറയുമ്പോൾ അവൾ അത് വിശ്വസിക്കുമോ? ഈ മഹത്തായ രഹസ്യം അവളുമായി പങ്കുവയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും എലിസബത്ത് പ്രതികരിക്കുക? എന്നാൽ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദ്യം ചെയ്യുന്ന നിമിഷത്തിൽ നാം മറ്റൊരു ലോകത്തിലേക്ക് എത്തിച്ചേരുകയാണ്. എലിസബത്ത് യുവതിയായ മറിയത്തെ കണ്ട ഉടനെ അവളുടെ ഉദരത്തിലായിരുന്ന യോഹന്നാൻ ഉദിച്ചു ചാടി. അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഉറക്കെ നിലവിളിച്ചു, സ്ത്രീകളിൽ നീ ഭാഗ്യവതി, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടവർ. പെട്ടെന്ന് മറിയത്തിൻ്റെ ലോകത്ത് എല്ലാം ശരിയാണെന്ന തോന്നലുണ്ടായി. കാരണം എലിസബത്ത് അവളെ സ്വീകരിക്കുക മാത്രമല്ല, അവളുടെ വീട് അവൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. മറിയം താൻ ആഗ്രഹിച്ച വ്യക്തിയെ കണ്ടെത്തി. അതിലും പ്രധാനമായി അവളെ എലിസബത്ത് അനുഗ്രഹിച്ചു. ആ സമയത്ത് അറിഞ്ഞോ അറിയാതെയോ മറിയത്തിന് ശരിക്കും ആവശ്യമുള്ളത് അതായിരുന്നു. അവൾ അന്വേഷിക്കുന്നതെല്ലാം ആ അനുഗ്രഹം മാത്രമായിരുന്നു. മറ്റൊരാളാൽ അംഗീകരിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും അനുഗ്രഹിക്കപ്പെടാനും. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെടാനുള്ള ദാനത്തിനും നാം അനുഗ്രഹിക്കപ്പെടുന്ന വഴികൾക്കും ഈ ലോകത്തിൽ നമ്മൾ അനുഗ്രഹമാകാനുള്ള ആഹ്വാനത്തിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.